ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം റെമഡി ആയിട്ടാണ്. നമ്മുടെ എല്ലാവർക്കും കാലാവസ്ഥ മാറുമ്പം വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് കഫക്കെട്ടും ചുമയും. അതിനുള്ള പ്രതിവിധി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പുറത്തുനിന്നുള്ള ഒരു മരുന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4 തരത്തിലുള്ള ഒരു ഹോം റെമഡീസാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ചെറിയുള്ളി വേണം. 2 ചെറിയുള്ളി, എൻ്റെ അടുത്ത് കുറച്ച് സൈസുള്ള ചെറിയുള്ളി ആയിരുന്നു ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിലും ചെറുതാണുള്ളതെങ്കിൽ ഒരു 6 എണ്ണോളം എടുക്കുക, 5ഓ 6ഓ എടുക്കുക. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നീരെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസസായി കട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേന് ആഡ് ചെയ്ത് കൊടുക്കണം. തേന് ഒരു 3 ടീസ്പൂണോളം തേന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടീസ്പൂണോളം തേൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇത് അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ തന്നെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കിട്ടൂ. അത് മതി, അത് തന്നെ ധാരാളമാണ്. ഇത് വളരെ എഫക്റ്റീവായിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെ നീരെടുത്ത് വെക്കണം. അപ്പോൾ ആ ഒരു സൈസ് ഇഞ്ചിയുടെ നീരാണിത്. ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം തേന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം തേൻ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഇതും കഴിച്ചാൽ ചുമക്കും കഫക്കെട്ടിനും നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇനി അടുത്ത റെമഡി കാണാം. അടുത്ത റെമഡി പറയുന്നത് 1/4 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 2 ടീസ്പൂണോളം ഇളം ചൂടുള്ള വെള്ളം. 2 ടീസ്പൂണോളം ഇളം ചൂടുള്ള വെള്ളം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതും നമ്മുടെ തൊണ്ടയിൽ വരുന്ന ആ ഒരു ചൊറിച്ചലൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത്. ഇനി അടുത്ത ലാസ്റ്റ് റെമഡിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം തേന്. ഇത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര്, ഇതും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മിക്സും നമുക്ക് കഴിച്ചാൽ ചുമക്കും കഫക്കെട്ടിനും വളരെ എഫക്റ്റീവാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് കഴിച്ചു നോക്കുക. ചുമയും കഫക്കെട്ടിനും നല്ല വ്യത്യാസം. അപ്പം ഞാനിവിടെ കാണിച്ച 4 റെമഡീസിലും ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൽ ചെറിയുള്ളിൻ്റെത് ഞാൻ തന്നെ പരീക്ഷിച്ചിട്ട് നല്ല ഫലപ്രദമായ സംഭവമാണ്. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഇതേപോലെ ചുമയും കഫക്കെട്ടും വരുമ്പോൾ തയ്യാറാക്കി കഴിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ഒരു റെസിപ്പീസായിട്ടോ ഇതേപോലെയുള്ള ടിപ്സായിട്ടോ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.